പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ചിന്താവചനത്തിൽ മത്തായി 15 അധ്യായത്തിൽ വിവരിക്കുന്ന കാനാൻകാരിയുടെ വിശ്വാസം എന്ന ഭാഗമാണ് നമ്മൾ ധ്യാനിക്കുന്നത്. മർക്കോസ് 7 അധ്യായത്തിലും ഈ സംഭവം സീറോ ഫിനീഷ്യൻ സ്ത്രീയുടെ വിശ്വാസം എന്ന പേരിൽ നമ്മൾ വായിക്കുന്നുണ്ട്. രണ്ടും ഒന്ന് തന്നെ. ഖാനാൻ ഭൂപ്രദേശത്തുള്ള ഒരു തീരപ്രദേശ പട്ടണമാണ് സീറോ ഫിനീഷ്യ എന്ന ഗ്രീക്ക് സ്വാധീനമുള്ള ഈ നഗരം. സിറിയയുടെ പേര് ചേർത്ത് സീറോ ഫിനീഷ്യ എന്നറിയപ്പെടാൻ കാരണം ആഫ്രിക്കയിലെ ലിബിയയിലും ഫിനീഷ്യ എന്ന പേരുള്ള മറ്റൊരു സ്ഥലം ഉള്ളതുകൊണ്ടാണ്. ടയർ, സിദോൻ എന്നീ നഗരങ്ങളും ഇവിടെ തന്നെ സ്ഥിതി ചെയ്യുന്നു. യേശു അവിടെ വെച്ചാണ് ഈ സ്ത്രീയെ കണ്ടുമുട്ടുന്നത്. യേശുവിനെ കുറിച്ച് നല്ല അറിവും വിശ്വാസമുള്ള ഈ വിജാതി സ്ത്രീ യേശുവിനെ കണ്ട ഉടനെ, കർത്താവേ, ദാവീദിൻ്റെ പുത്ര, എന്നിൽ കനിയണമേ, എൻ്റെ മകളെ പിശാച് ക്രൂരമായി ബാധിച്ചിരിക്കുന്നുവെന്ന് വിളിച്ചപേക്ഷിച്ചു. എന്നാൽ അത് കേട്ട ഭാവം പോലും യേശു നടിച്ചില്ല. എന്നാൽ ശിഷ്യന്മാർ അത് വീണ്ടും യേശുവിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ശിഷ്യന്മാരോട് യേശു പറഞ്ഞു, ഇസ്രായേൽ ഭവനത്തിലെ നഷ്ടപ്പെട്ട ആടുകളുടെ അടുത്തേക്ക് മാത്രമാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത്. ഇത് കേട്ട കാനാൻകാരി വീണ്ടും യേശുവിനോട്, കർത്താവെ, എന്നെ സഹായിക്കണമേ എന്ന് വിളിച്ചപേക്ഷിച്ചു. അപ്പോൾ യേശു അവളോട് പറഞ്ഞു, മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് ഉചിതമല്ല. യേശുവിൻ്റെ നിഷേധാത്മകമായ മറുപടി അവളെ തളർത്തിയില്ല. അവൾ പറഞ്ഞു, കർത്താവെ, നായ്ക്കളും യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ തിന്നുന്നുണ്ടല്ലോ. നസ്രത്തിലെ ഈ ദൈവപുത്രൻ ലോകത്തിൻ്റെ മുഴുവൻ അധിനാഥനാണെന്ന രഹസ്യം അവൾ മനസ്സിലാക്കിയിരിക്കുന്നു. അവളുടെ ആ വലിയ വിശ്വാസ തീക്ഷ്ണതയുടെ മുമ്പിൽ യേശു തലകുനിച്ചു. സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുതാണ്, നീ ആഗ്രഹിക്കുന്ന പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് യേശു പറഞ്ഞു. ആ സമയം മുതൽ പിശാച് ബാധിച്ച അവളുടെ മകൾ സൗഖ്യമുള്ളവളായെന്ന് സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, മത്തായി 8:5 നാം മറ്റൊരു വിജാതീയനായ യേശുഭക്തനെ കാണുന്നുണ്ട്. റോമൻ സൈന്യത്തിലെ ശതാധിപൻ. തൻ്റെ ഭൃത്തിനെ സുഖപ്പെടുത്താൻ യേശു ശതാധിപൻ്റെ വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞപ്പോൾ അയാൾ തൻ്റെ അയോഗ്യത യേശുവിനെ അറിയിച്ചു. നീ ഒരു വാക്ക് മാത്രം ഉച്ചരിച്ചാൽ മതി, എൻ്റെ ഭൃത്യൻ സുഖപ്പെടും. ഇത് കേട്ട് യേശു ആശ്ചര്യപ്പെട്ടു. ഇസ്രായേലിൽ ഒരുവനിൽ പോലും കാണാത്ത വലിയ വിശ്വാസം എന്ന് ശിഷ്യന്മാർ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, കാനാൻകാരിയും റോമൻ സൈന്യാധിപനും യേശുവിനെ അടുത്തറിഞ്ഞവരായിരുന്നു. എന്താണ് കാനാൻകാരിയായ ആ വിജാതി സ്ത്രീയുടെ അപേക്ഷ യേശു നിരസിച്ചത്? യേശു ഇസ്രായേലിലെ നഷ്ടപ്പെട്ട ആടുകളുടെ അടുത്തേക്ക് മാത്രമാണോ അയക്കപ്പെട്ടിരിക്കുന്നത്? മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് ഉചിതമല്ലെന്ന് യേശു പറയുമ്പോൾ നമ്മുടെ നെറ്റിയും ചുളിയുന്നില്ലേ? തൻ്റെ ശിഷ്യന്മാരുടെ വിശ്വാസ കുറവ് യേശു കാനാൻകാരിയുടെ വലിയ വിശ്വാസ സാക്ഷ്യത്തിലൂടെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയായിരുന്നു. പിന്നെ യേശുവിൻ്റെ ആദ്യ ദൗത്യം യാക്കോബിൻ്റെ ഭവനത്തിലെ നഷ്ടപ്പെട്ട ആടുകളെ തേടുക തന്നെയായിരുന്നു. എന്നാൽ തൻ്റെ രക്ഷാകര പദ്ധതിയുടെ പൂർത്തീകരണമായ പീഡാനുഭവ മരണ ഉത്ഥാനത്തിന് ശേഷമാണ്